ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടമാങ്ങ അച്ചാറാണ്. അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ അടമാങ്ങ കുതിർത്ത് വെച്ചതാണ്. അത് ഒരു 1/2 കിലോ മിച്ചമുണ്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, എള്ളെണ്ണ. നമുക്ക് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ്, അത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം പാൻ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. കടമാങ്ങയ്ക്കകത്ത് നമുക്ക് ഉപ്പിട്ട് വെട്ടി ഉണക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ആവശ്യത്തിന്. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അതൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടിട്ട് ശരി. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. തൽക്കാലം നമുക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച മസാലകൾ ചേർക്കാം. നമുക്കെടുത്ത് വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കണം.
കാശ്മീരിയാണ്. പിന്നെ അതിൻ്റെ ഈ കുറച്ച് കൊടുക്കണേ, കരിക്ക് പോകരുത്. അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കിന് നമുക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ചേർത്ത് ഇനി നമുക്കെടുത്ത് വെച്ചപ്പോൾ ഇനി എടുത്ത് വെച്ച് അടമാങ്ങ കുതിർത്ത് കുറേ ഇട്ട് കൊടുക്കും. നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വിനാഗിരിയും ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണേ. ഒത്തിരി വേണ്ട, ഒരു പുളിയും ഇതിനകത്തോട്ടൊരു ശകലം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുവാണ്. അത് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇതെല്ലാം പിടിച്ച് കഴിയുമ്പോൾ 2 ദിവസം ഇത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുന്നത്. അധികം വെള്ളം വേണ്ടിയവർക്ക് ചാറോടുകൂടി വേണമെങ്കിൽ ചാറോടുകൂടി വെക്കാം. അപ്പോൾ ആ മാങ്ങ കുതിർത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ നമ്മുടെ അടമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.